അരൺമനൈ 4 അങ്ങനെ റിലീസായിരിക്കുകയാണ്. ഞാൻ കണ്ടിരിക്കുകയാണ്. റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ പോലെ ഉയർന്നോ അരമനൈ 4 അതോ അരമനൈ 3ക്കും താഴെയുള്ള ഒരു ലെവലിലാണോ നിൽക്കുന്നത്? ഈവൻ കണ്ടന്റ് ബേസിലായാലും അല്ലെങ്കിൽ പെർഫോമൻസ് ബേസിലായാലും സോങ്സ് ആയാലും എല്ലാ കാര്യവും. ഈ കഴിഞ്ഞ 4 സീസൺസ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഏറ്റവും ഒരു ബെറ്റർ സീസൺ നമുക്ക് എപ്പോഴും തോന്നുന്ന ഓൾവേസ് സീസൺ 1 തന്നെയായിരിക്കും. അതിനെ വെല്ലാനായിട്ട് ഒരിക്കലും ഒരു സീസൺ വരത്തുമില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഈ പറയുന്ന അരമനൈ 4-ൽ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മാറ്റം? കഴിഞ്ഞ 3 സീസണിലെയും കൺസെപ്റ്റിനെയൊക്കെ തകർത്തുകൊണ്ട് പുതിയൊരു ലെവലിലൊരു കൺസെപ്റ്റാണ് വന്നത്. അപ്പോൾ റിവ്യൂ പറയാം. എൻ്റെ ഫസ്റ്റ് മൂവി റിവ്യൂ ആണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി റിവ്യൂ ഇവിടെ നിന്ന് ഇന്നത്തെ ഈ വീഡിയോ കൂടി തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആസ് എ റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്, വലിയ റിവ്യൂവേഴ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഒത്തിരി പരിമിതികൾ എനിക്ക് ഉണ്ടായേക്കാം. ഞാൻ മൂവി കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഇത് ഇന്ന ഡയറക്ടറിൻ്റെ പ്രൊഡ്യൂസർ ഈ ആങ്കിൾ എന്നൊന്നും പറയാനായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആസ് എ പ്രേക്ഷകൻ, നമ്മൾ എന്തോരം മൂവീസ് കാണുന്നുണ്ട്, അതൊക്കെ ആരാ ചെയ്തത്, അതിനകത്ത് ആരാ ഡയറക്റ്റ് ചെയ്തത്, അതൊന്നും നോക്കിയിട്ടില്ല, ആരാ പ്രൊഡ്യൂസർ അതൊന്നും നോക്കിയിട്ടില്ല നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വ്യൂവിൽ ഞാൻ പോയി കണ്ടൊരു മൂവിയാണ്. അപ്പം അതിൻ്റെ ഒരു ഇത് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ഇന്ന പ്രൊഡ്യൂസർ ഇന്ന മൂവി അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല. ഓക്കെ, എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പോയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അരമനൈ 4 മൂവി കണ്ടപ്പം ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബോറിംഗ് ആണ്. സത്യം പറയാമല്ലോ, ഇതൊരു ഹൊറർ മൂവി ആണോ എന്ന് തന്നെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇതിൻ്റെ തുടക്കമുള്ള ഒരു 5 to 10 മിനിറ്റ്സും അത് കഴിഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ല് കാണിക്കുന്നതിന് മുമ്പുള്ള ഒരു 10 മിനിറ്റ് മാത്രമാണ് ഇതിനകത്ത് ഒരു ഹൊറർ കണ്ടൻറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു 1 മിനിറ്റ് വല്ലപ്പോഴും. ഇതല്ലാതെ മൊത്തം ചളി വാരി അടിച്ച് പൊത്തി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം സീസൺ 1-ലും 2-ലും 3-ലൊക്കെ ഉണ്ടായിരുന്ന ഒരു വേലക്കാരി പോലത്തെ ഒരു ലേഡി ഉണ്ടല്ലോ, അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല. അവരെ വെച്ച് ചളി വാരി പൊത്തുന്നു. ഈ വയസ്സാം കാലത്ത് അവരെ വെച്ചിട്ടുള്ള കുറേ ലവ് കോംബോകൾ കൊള്ളാം, കോമഡിയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഹൊറർ കണ്ടൻറ്റ് ഫസ്റ്റ് ഹാഫിൽ വളരെ കുറവായിരുന്നു, വളരെ കുറവ്. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നിട്ട് സൂപ്പർ സമ്മതമായിരുന്നത്, കൊള്ളാം, അടിപൊളിയായിരുന്നു. ഈ പറയും പോലെ കഴിഞ്ഞ സീസണിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസണിൽ കൂടുതലായിട്ട് ഈ പറയുന്ന പോലെ പൂജാരികൾ വന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 3 സീസണുകളും അങ്ങനെയായിരുന്നു. ഓരോ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളോടുകൂടിയായിരുന്നു ക്ലൈമാക്സ് ഒക്കെ സെറ്റ് ചെയ്തത്. പക്ഷേ ഇത്തവണത്തെ ക്ലൈമാക്സ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പ്രേതവും മനുഷ്യനും കൂടെ ഫൈറ്റ് കൂടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇറങ്ങി ഇതിനെയൊക്കെ പിടിച്ച് പിടിച്ച് എന്താ പറയുക അങ്ങനെ ചെയ്യുക, അഷ്ടമി രാവിലെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത്തവണത്തെ മൂവി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നോർമലായിട്ട് പ്രേതത്തിൻ്റെ കൂടെ അടി കൂടുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ കഴിഞ്ഞ സീസൺ 3-യുടെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ തീപ്പൊരി ക്ലൈമാക്സ് ആയിരുന്നു. ഭയങ്കര തീയും പുകപടലവും ആകെ മൊത്തം ഒരു എന്താ പറയുക, അവസാനത്തെ ഒരു യുദ്ധം ഉണ്ടല്ലോ, ഒരു മഹാഭാരത യുദ്ധം പോലെ. ലൈക്ക് ആ ഒരു എഫക്റ്റ് ഈ ഒരു സീസണിൽ കിട്ടിയില്ല. എന്ന് മാത്രമല്ല, ഒരു കൂടാരത്തിനകത്തുള്ള ആ ഒരു ട്രെയിലറിൽ കാണിക്കുന്ന ഒരു സീനുണ്ട്, ഇങ്ങനെ ഓടുന്ന സീന്. അത് തന്നെയാണ് ഈ ബിൽഡിംഗ് തീരുന്ന 10 മിനിറ്റിനകത്ത് ഓടുന്നു, ഒരാളെ ചവിട്ടി, ഒരു വില്ലൻ്റെ രൂപമുള്ള ഒരു 10 എണ്ണം ഇവിടെ വരുന്നു, അതിനെ ചവിട്ടി ഇട്ടിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സോങ് അച്ചച്ചോ, അത് തന്നെയാണ് ഏറ്റവും അടിപൊളി. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഈ മൂവിക്കകത്തല്ല വന്നിരിക്കുന്നത്, മൂവിക്ക് പുറത്ത്, മൂവി എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഈ പറയുന്ന സോങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കഥയൊക്കെ കൊള്ളാം. ഓക്കെ, കഥയെല്ലാം കൊള്ളാം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സംഭവം, ഞാൻ കഥ പറയുകയല്ല, കഥ പറയുന്ന സമയത്ത് നിങ്ങളോട് പറയും. ഇതിനകത്ത് വന്നിരിക്കുന്ന കഴിഞ്ഞ 3 സീസൺസ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ഗോസ്റ്റും മനുഷ്യനുമായിട്ടുള്ള ഒരു ഫൈറ്റാണ്. പ്രേതവും മനുഷ്യനായിട്ടുള്ള ഒരു ഫൈറ്റാണ്. ഈ പ്രേതത്തിനെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുന്നു, അയാൾ മരിക്കുന്നു, പ്രേതമായിട്ട് വരുന്നു, പ്രതികാരം, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്, നേരെ ഉൾട്ടയാണ്. ബിക്കോസ് ഇതിനകത്തൊരു ദുഷ്ടപ്രേതവും നല്ല പ്രേതവും അങ്ങനെയാണ്. ദുഷ്ടപ്രേതം വരുന്നു, ഒരാളെ കൊല്ലുന്നു, ഒരു മനുഷ്യനെ കൊല്ലുന്നു, ഈ മനുഷ്യൻ പ്രേതമാവുന്നു, ഇവർ തമ്മിലുള്ള ഫൈറ്റാണ്. മനസ്സിലായോ? അതാണ് മെയിനായിട്ട് ഈ കഥ ഫോക്കസ് ചെയ്യുന്ന സാധനം. അപ്പോൾ അതെനിക്കൊരു ഡിഫറൻ്റ് ഫീൽ ചെയ്തു. പക്ഷെ അതങ്ങനെ സക്സസ് ആയി എന്നെനിക്ക് തോന്നുന്നില്ല ആ ഒരു സംഭവം. കാരണം ഈ പറയുന്ന പോലെ അതിനകത്ത് ഈ ദുഷ്ടന്മാരുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഈ പറയുന്ന പോലെ ഒരു നല്ല പ്രേതവും ദുഷ്ടപ്രേതം, ഇവർ രണ്ടുപേരുള്ളൊരു നേർക്ക്. മറ്റത് അങ്ങനെയല്ലല്ലോ. നമ്മൾ തുടക്കത്തിലെ തന്നെ മൂവി കാണുമ്പോൾ ആദ്യം ഫസ്റ്റ് ഹാഫ് മൊത്തം ആളുകളെ പറക്കിയെടുത്ത് കൊല്ലും. സെക്കൻഡ് ഹാഫിലാണ് എന്തുകൊണ്ട് ഇവരെ കൊന്നു, എന്താണ് ഇതിൻ്റെ പിന്നൊരു ഹിസ്റ്ററി എന്നുള്ള സംഭവം കാണിക്കുന്നത്. പക്ഷേ ഈ മൂവിയിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം ഫസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കാണുമ്പോൾ തന്നെ എന്താണ് ഇതിനകത്ത് സംഭവം, ഇതിനകത്ത് ഡബിൾ റോളാണോ, അല്ലെങ്കിൽ ഒരാളെ പോലെ 2-3 പേരൊക്കെ നമ്മളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. അപ്പം ഇതെന്താ സംഭവം? അപ്പം നമുക്ക് ഫസ്റ്റ് ഈ സ്റ്റോറി തുടങ്ങുന്നത് ഗോസ്റ്റിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോറി കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരണം.
കാരണം ഫസ്റ്റ് ഹാഫിൽ മൊത്തം കൺഫ്യൂഷൻ നിറച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ അതിങ്ങനെ ക്ലിയർ ചെയ്ത് മൊത്തം ക്ലൈമാക്സ് ആകുമ്പോഴാണ് സൂപ്പർ ആവുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തുടക്കത്തിലെ 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ ഇത് എങ്ങോട്ടാണ് കഥ പോകുന്നത്, ഇതായിരിക്കാം കാരണം. നമുക്ക് സാധാരണ ഫസ്റ്റ് ഹാഫ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ, എന്തിനായിരിക്കും ഇവരെ കൊന്നത് പ്രേതം, അപ്പം നമുക്കത് പിടിയിട്ടില്ല. പക്ഷേ ഇത് ആദ്യത്തെ 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അതിനകത്ത് കൺസെപ്റ്റ്, എങ്ങനെയാണ് അതിനകത്ത് ആരാണ് കൊല്ലുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല എങ്കിലും എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ കൊല്ലുന്നത്, എങ്ങനെയാണ് കൊല്ലുന്നത്, എന്തിനാണ് കൊല്ലുന്നത്, അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് പറഞ്ഞ പോലെ തമന്ന ഭാട്ടിയ, പിന്നെ റാഷി ഖന്ന, സുന്ദർ സി, ഇവർ 3 പേരുമാണ് മെയിൻ പ്രൊട്ടാഗണിസ്റ്റായിട്ട് നിന്നിട്ടുള്ളത്. 3 പേരുടെയും പെർഫോമൻസ് സൂപ്പറായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മൾ ചിന്തിക്കും ഈ പറയുന്ന റാഷി ഖന്നയുടെ ദേഹത്തായിരിക്കുമോ പ്രേതം കയറുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ സാധാരണ നോർമൽ സീസണിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് സംശയിക്കത്തൊക്കെ ആരുമില്ല, അങ്ങനെ ഒരു സംഭവമേ ഇതിനകത്ത് വരുന്നില്ല. പിന്നെ തമന്നയുടെ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തമന്നയുടെ ഒരു വിവാഹം കഴിഞ്ഞൊരു ഗെറ്റപ്പിലുള്ള ഒരു മൂവി, സൗത്ത് ഇന്ത്യൻ മൂവി ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ടൊരു മെച്യൂരിറ്റിയുള്ള ഒരു ക്യാരക്ടറാണ്. 2 കുട്ടികളുടെ അമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അത് സൂപ്പറായിട്ട് തമന്ന ചെയ്തു, അടിപൊളിയായിട്ട് അത് ചെയ്തു. പിന്നെ തമന്നയുടെ സഹോദരനായിട്ടാണ് ഈ പറയുന്ന സുന്ദർ സി വരുന്നത്. സുന്ദർ സിയും സൂപ്പറായിട്ട് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം സുന്ദർ സി ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണുകളിൽ. അതിനകത്ത് സുന്ദർ സി ഒരു സൈഡ് റോൾ, മിക്കുള്ളതിലും സഹോദരൻ തന്നെയായിരിക്കും, എന്നാലും ഒരു സൈഡ് റോളിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ടായിരുന്നു. സത്യങ്ങൾ കണ്ടെത്തുന്നതും ഈ പറയുന്ന പോലെ പ്രയത്നം ഒഴിക്കാൻ സഹായിക്കുന്നതെല്ലാം സുന്ദർ സി ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും സീസണിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി പോകും പോലത്തെ ഒരു ക്യാരക്ടറാണ് സുന്ദർ സി. പക്ഷേ ഇതിനകത്ത് ഒരു നായക കഥാപാത്രം എന്ന് പറഞ്ഞൊരു ലെവലിലായിരുന്നു സുന്ദർ സിയിലെ പെർഫോമൻസ്. കാരണം ഓവറോൾ ഈ സീസൺ സുന്ദർ സി തന്നെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. തുടക്കം മുതൽ അവസാനം വരെ സുന്ദർ സി കംപ്ലീറ്റ് ആയിട്ട് അത് വളരെ കൃത്യമായിട്ട് ഓരോ ഇതും മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഈ പറയും പോലെ ഇതിൻ്റെ കഥയെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റാണ്. പക്ഷേ ഇതിനൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലുണ്ട്. ഈ പ്രസൻറ്റേഷൻ സ്റ്റൈൽ നമുക്ക് ഒട്ടും പിടിക്കില്ല. ഇതിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ നമ്മൾ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മൂവി പിന്നീട് കാണാൻ മനസ്സിലാവും. ഇതിനൊരു പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈല് നമ്മൾ സാധാരണ മൂവി കാണുമ്പോൾ ഈ 1ഉം 2ഉം 3 ഒക്കെ കണ്ടിട്ടുള്ള ഒരാൾ പോയി കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് പിടിക്കത്തില്ല. കാരണം എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഈ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അത്ര ഓക്കെ ആവില്ല, നമുക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. അതാണ് മെയിൻ റീസൺ. അതിന് പുറമെയായിട്ട് കഴിഞ്ഞ സീസണിൽ നിന്ന് കഥ വ്യത്യസ്തമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ ഡിഫറൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ 2 ഗോസ്റ്റുകൾ തമ്മിലുള്ള ഫൈറ്റാണ്, അല്ലാതെ ഒരു മനുഷ്യനായിട്ടുള്ളൊരു ഫൈറ്റ് ഇതിനകത്ത് വരുന്നില്ല. അത് അറ്റ് ദ എൻഡ് വരുന്നുണ്ട്, അല്ലാതെ ഈ തുടക്കത്തിൽ ഈ പറയുന്ന പോലെ ഒരു വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് വരുന്ന ഒരു പ്രേതം അങ്ങനല്ല. നമ്മൾ ഇതുവരെ കണ്ടതിൽ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യങ്ങളൊക്കെ ഉള്ള പ്രേതങ്ങളായിരിക്കും, ഇത് അങ്ങനെ ഒരു സംഭവമേ അല്ല. അപ്പോൾ ഇനി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറയും പോലെ സോങ്സ് ഒന്ന് ജോജോ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടായിരുന്നു, അതാണ് ഈ പറയുന്ന തമന്നയുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഡ്രസ്സിലുള്ള ഒരെണ്ണം. പിന്നെ ഒരു ഐറ്റം ഡാൻസ് പോലെ അച്ചച്ചോ, അത് മൂവിയുടെ അവസാനമാണ് വരുന്നത്, മൂവി കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ഈ പറയും പോലെ ഖുഷ്ബുവിൻ്റെ ഒരു അമ്മൻ സോങ്, അതായിരുന്നു മെയിനായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന സംഭവം. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറയും പോലെ നമ്മളൊരു ഹൊറർ മൂവി കാണാൻ പോകുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ കോമഡി മിക്സ്ചർ കുറച്ച് വേണം, പക്ഷേ ഇത് ഇത്തിരി ഓവറായിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഓവറായി പോയാലും എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നണം എന്നില്ല, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇനി സ്റ്റോറിയിലേക്ക് ഞാൻ വരുവാണ്, കഥയുടെ സ്റ്റോറിയിലേക്ക്. അതായത് ഇനി ഞാൻ കഥ പറയാനായിട്ട് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്, അല്ലാതെ അപ്പം സ്പോയിലർ അലേർട്ടാണ്. ഇനി കേൾക്കാൻ താല്പര്യമുള്ളവർ ഇനി കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കണം, കഥ കേൾക്കാൻ താല്പര്യം. അപ്പോൾ ഇതിനകത്ത് ഈ പ്രേതം വരുന്നു. ഫസ്റ്റ് ടൈം തന്നെ ഇതിന് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു പ്രേതമാണ്. ഇതിൻ്റെ മെയിൻ ഒരു ലോജിക്കാണ്, വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു പ്രേതമാണ്. ഇതിനൊരാൾ കുത്തി ഇളക്കി വിടുന്നു. ഈ പ്രേതം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് വരുന്നു, നേരെ തമന്നയുടെ ഹസ്ബൻഡ് റോഡിൽ നടന്നു പോകുന്നു, അയാളെ കൊല്ലുന്നു. എന്നിട്ട് അയാളുടെ രൂപം സ്വീകരിക്കുന്നു, നേരെ തമന്നയുടെ അടുത്ത് വരുന്നു. തമന്ന ഇത് ഹസ്ബൻഡ് അല്ല എന്ന് തിരിച്ചറിയുന്നു, ഇത് ഗോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് തമന്നയ്ക്ക് 2 മക്കളുണ്ട്. ഈ 2 മക്കളെയും ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ രൂപം ധരിച്ചു എന്ന് ഗോസ്റ്റ് തിരക്കുവാണ്. പക്ഷേ ഗോസ്റ്റിൽ നിന്നും ഈ 2 കുട്ടികളെയും ഈ പറയുന്ന പോലെ തമന്ന രക്ഷിക്കുന്നു. അപ്പം എന്നിട്ട് ഈ ഗോസ്റ്റിനെ കുറേ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഗോസ്റ്റും തമന്നയായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാൻ കാരണം. ഇവർ തമ്മിൽ പ്രധാന ഇഷ്യൂ. പക്ഷേ എന്നാലും ഗോസ്റ്റ് അവസാനം തമന്നെ കെട്ടിക്കൊന്ന് കിണറ്റി തൂക്കി തമന്നയുടെ രൂപം എടുത്താണ് അടുത്ത് നടക്കുന്നത്. ആരെ കൊല്ലുന്നു അവരുടെ രൂപം എടുത്താണ് ഈ പറയുന്ന ഗോസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന മരിച്ച തമന്ന വീണ്ടും ഗോസ്റ്റായിട്ട് വരുന്നു. അപ്പോൾ ഓൾറെഡി ഒരു ബാഡ് ഗോസ്റ്റ് ഉണ്ട്, ഒരു ഗുഡ് ഗോസ്റ്റും കൂടെ വന്ന് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് എൻ്റെ അടുത്ത സ്റ്റോറിയിൽ നടക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഇതിനകത്ത് ഈ പറയുന്ന പോലെ തമന്നയുടെ ബ്രദർ വരുന്നു. ഈ തമന്നെ ഈ പറയുന്ന തമന്നയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്ന സമയത്ത് പിന്നെ ബ്രദറാണ്, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. അതുവരെയും തമന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ പറയുന്ന കഥയുടെ ഒരു ലോജിക്ക്. സംഭവം ഇതാണ് മെയിനായിട്ട് സാധനമായിട്ട് പറയാനായിട്ട് ഈ സംഭവമേ ഉള്ളൂ. പിന്നെ ഇനി അടുത്തൊരു സീസൺ 5 സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തീരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അനക്കമോ മിനുക്കമോ എന്തെങ്കിലുമൊക്കെ ഈ സീസണിൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഒരു ബൗൾ ഇങ്ങനെ ബോൺസ് ചെയ്ത് വിത്തൗട്ട് എനി റീസൺ ഇത് ബോൺസ് ചെയ്ത് പോകുമ്പോഴാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്.
പിന്നെ ഈ പറയും പോലെയുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഹൊറർ മൂവി പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഓഡിയോ വിഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിങ്ങനെ ഈ പറയുന്ന പോലെ ഹൊററാണ്, ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് പറയാനുള്ള ഒരു സംഭവം ഇതിൻ്റെ BGM കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം പെർഫെക്റ്റ് പക്കയാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു സാധനം പറയാൻ വന്നത് ഗ്രാഫിക്സ്, VFX. അത് ഇപ്പോൾ ഇറങ്ങുന്ന മൂവികളിൽ നമുക്കറിയാം ഗ്രാഫിക്സും VFX ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതൊക്കെ വെച്ച് നമുക്ക് കാണുമ്പോൾ അയ്യോ വെറപ്പീരെന്ന് തോന്നും. ഇത് 1-2 വെറപ്പീരുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇത് റിയൽ ആണെന്ന് തോന്നിക്കുന്ന ലെവലിൽ കൂടുതലും കാർഡാണ് ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഗ്രാഫിക്സും VFXും ആയിട്ട് കാണിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ വരുന്നില്ല. പറയുന്ന പ്രേതത്തിന് പോലും പേടിക്കാനുള്ള സാധനമൊന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല. നിങ്ങൾക്ക് അണ്ടർ 16 കണ്ടുകൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പേടിക്കാനുള്ള സാധനം പോലും ഈ പറയുന്ന സിനിമയ്ക്കകത്തുള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങനെ കാണിക്കുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണിക്കുന്നു, അതൊക്കെ കണ്ടിട്ടുള്ള പേടിയില്ല. അത് പ്രേതം വന്നിറങ്ങി പേടിക്കുന്ന സീനുകളൊന്നും ഇല്ല. അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അപ്പോൾ ഓവറോൾ ഇപ്പോൾ 3 സീസൺ ഇറങ്ങിയ ഒരു ഫ്രാഞ്ചൈസാണ്. അപ്പോൾ അടുത്തൊരു സീസൺ കൂടി വന്നപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു 10ൽ ഒരു 4 സ്റ്റാർ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ ഒത്തിരി പേർക്ക് ഈ പറയുന്ന പോലെ 3D കഥയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 3D കഥ എന്ന് വെച്ചാൽ ഈ ചുറ്റി വന്നിട്ടുള്ള ഒരു കഥയാണ്. ഒരു കഥയ്ക്കകത്ത് തന്നെ ഒത്തിരി കഥ പറഞ്ഞ് ഇതൊരു സ്ട്രെയിറ്റ് കഥയാണ്. അതിനകത്ത് വേറെ ബാക്കി കുരുക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓവറോൾ എനിക്ക് നന്നായിട്ട് തോന്നി. ഒത്തിരി അങ്ങ് പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഓക്കെ. പക്ഷേ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ ഷോയെ വിലയിരുത്തരുത്. കാരണം എനിക്ക് പണിപാട്. കാരണം ട്രെയിലറാണ് നമ്മൾ എന്തോ വലിയ സാധനമാണെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും ഷോയിൽ എൻ്റെ അല്ല. കൂടുതലും കോമഡി കേന്ദ്രീകരിച്ച് പോകുന്നുണ്ട്. ഈ മൂവി കണ്ടതിനേക്കാളും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരു കോമഡീസാണ്. ഈ മൂവിയിലെ ഹൊറർ സീൻസിനെക്കാളും നമ്മുടെ മനസ്സിൽ ആ കോമഡി സീൻസൊക്കെ നിൽക്കും. കാരണം അത്രയ്ക്ക് നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പും. അങ്ങനത്തെ കുറേ സീൻസും കുറേ ചള്ളിക്കൽ വാരിപ്പൊത്തിയിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയി സമയം പോലെ തിയേറ്ററിൽ പോയി കാണാൻ വരുന്നവർ കാണുക, ഇല്ലെങ്കിൽ OTTയിൽ വരുന്നവരെ കാത്തിരിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഫസ്റ്റ് മൂവി റിവ്യൂ ആണ്. ആസ് എ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആസ് എ പ്രേക്ഷകൻ നമ്മൾ മൂവി കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ആ ഒരു കാര്യങ്ങളാണ് ഞാൻ വന്ന് പറഞ്ഞ എൻ്റെ ഫസ്റ്റ് മൂവി റിവ്യൂ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മൂവി റിവ്യൂ എന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്കിനി ഇതാണ് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് നാൾ മുന്നോട്ട് പോകേണ്ടതായിരുന്നു ബിഗ് ബോസ് വരുന്നവരെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, എന്നെ അറിയിക്കുക. അടുത്ത അപ്ഡേറ്റോടെ വരാം, അടുത്ത മൂവി റിവ്യൂ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും bye bye and take care.